നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് അപ്പോൾ ഇന്നെടുത്ത എൻട്രി. അപ്പോൾ ഞാൻ MT5ന്റെ തന്നെ കാണിച്ചു തരാം. MT5ല് ഞാൻ എൻട്രി എടുക്കുന്ന ടൈമിൽ ഈ ഒരു ലെവലിലായിരുന്നു എൻട്രി എടുത്തത്. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചിരിക്കുന്നത്? നേരെ അങ്ങ് കയറിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് എൻ്റെ SL വെച്ചത് ഈ മേലത്തെ ഈ ഒരു ഹൈന്റെ മേലെയായിരുന്നു, ഈ ഒരു ലെവലായിരുന്നു. അപ്പൊ എങ്ങനെ പോയാലും എൻ്റെ മൈൻഡ് എന്തായിരിക്കും പറയാ? ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് ഇവിടെ വീണ്ടും ഇത് ഈ ഒരു ലെവൽ വരെയൊക്കെ പോകുമ്പോൾ എക്സിറ്റ് ആവുമെന്ന് നിങ്ങളുടെ മൈൻഡിലും പറയും അല്ലേ? പക്ഷെ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, അത്രയും കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവിടെ ഒരു 1:3 കവർ ചെയ്യാൻ പറ്റി. അപ്പൊ അതേപോലെ ഞാൻ നേരത്തെ ഇന്ന് തന്നെ ഞാൻ മുമ്പ് ഒരു എൻട്രി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എൻട്രി എനിക്ക് ഒരു ചെറിയൊരു SL ആയിരുന്നു സംഭവിച്ചത്. ദെൻ അതിനുശേഷം ഒരു പ്രോപ്പർ അനാലിസിസിൽ എടുത്ത ഒരു എൻട്രി കിട്ടിയിരിക്കുന്നത് അവിടെ നല്ലൊരു മൂവ്മെന്റ് കവർ ചെയ്യാൻ പറ്റി. ഇത് അതിനേക്കാൾ മൂവ്മെന്റ് കവർ ചെയ്ത് താഴത്തെ ഈ ലിക്വിഡിറ്റി വരെ സ്വീപ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് നിങ്ങളുടെ SL അടുത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാൽ എക്സിറ്റ് ആവരുത്. SL അടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവിടെ വിടുക. അപ്പൊ അതാണ് ഒരു പ്രോപ്പർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എൻട്രിയും ട്രേഡിംഗ് സ്റ്റൈലും. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. കാരണം ഒരു ടിപ്പിൽ നിന്നൊക്കെ ആയിരിക്കും പല മൂവ്മെന്റും സംഭവിക്കുക.